പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. ഭാരതത്തിന്റെ പ്രധാന സേവകനെ വരവേൽക്കാൻ അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം രാവിലെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. അതിനു മുമ്പ് പ്രധാനമന്ത്രി VSCയിൽ നടക്കുന്ന ചില ഔദ്യോഗിക പരിപാടികളിൽ പ്രഖ്യാപനങ്ങളിൽ പങ്കെടുക്കും, പ്രഖ്യാപനങ്ങൾ നടത്തും. 10:30 അദ്ദേഹം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലേക്ക് ആദ്യം എത്തുക. പിന്നീട് ഭാരതത്തിന്റെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാനുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മവും അദ്ദേഹം നിർവഹിക്കുകയാണ്. ഇപ്പോൾ എയർപോർട്ടിന് സമീപം ഓൾ സയൻസ് ജംഗ്ഷനിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ ജിജീഷും ശാലിനിയും ചന്തുവും ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം ആവേശത്തിലാണ് അനന്തപുരി. പ്രധാന സേവകനെ വരവേൽക്കാൻ എല്ലാ അർത്ഥത്തിലും തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ കർക്കശമായ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകും. അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ? KP സുപ്രഭാതം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു ദിവസമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വീണ്ടും ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു ദിവസം. ആ ദിവസത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ പ്രദേശങ്ങളെല്ലാം. അനന്തപുരിയും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകളും BJP പ്രവർത്തകരുമെല്ലാം ഒന്നടങ്കം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഓൾ സയൻസ് ജംഗ്ഷനിലാണ്. വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറി ഇവിടെ അതീവ സുരക്ഷാ മേഖല ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഈ പോലീസിൻ്റെയും മറ്റും സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവസാനവട്ട വിലയിരുത്തലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് കൃത്യമായി സുരക്ഷാ മുന്നൊരുക്കങ്ങൾ രാവിലെ മുതൽ തന്നെ വിലയിരുത്തലുകൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കൊടിത്തോരണങ്ങളുമൊക്കെ ഇവിടെ നിരത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി BJP പ്രവർത്തകരും ഈ ഭാഗത്ത് രാവിലെ മുതൽ തന്നെ അണിനിരക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ വർഷം മൂന്നാമത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്ത് 2 മാസത്തിനിടയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി BJP പ്രവർത്തകർ ഈ ഭാഗങ്ങളിലെല്ലാം, പൊതുജനങ്ങളും BJP പ്രവർത്തകരും എല്ലാം അണിനിരക്കുന്നത് എന്ന് തന്നെ നമുക്ക് നിശ്ചയം പറയാം. പുലർക്കാലം മുതൽ തന്നെ കാണുന്ന കാഴ്ചയും അത് തന്നെയാണ്. അവസാനവട്ട ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിൻ്റെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് മണിക്കൂറുകൾ ഇടവിട്ട് ഇവിടെ ഓരോ നിമിഷവും വിലയിരുത്തലുകളും ഉണ്ടാകുന്നു. ഗതാഗത ക്രമീകരണങ്ങളും കർശനമായ രീതിയിൽ തന്നെ വരും മണിക്കൂറുകളിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ വിവിധ പദ്ധതികളുടെ 3 പദ്ധതികളുടെ, ഭാരതത്തിന് അഭിമാനമാകുന്ന 3 പദ്ധതികളുടെ പ്രഖ്യാപനമാണ് രാവിലെ ഉണ്ടാകുക. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളിയായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരിയും പേരും ഇന്ന് ഗഗയാൻ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന പേരുകളിൽ ഉണ്ടാകുമെന്നതും നമുക്ക് ഏറെ ശുഭകരമായിട്ടുള്ള, ഏറെ പ്രതീക്ഷയുള്ള, ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകുക. മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പ് നൽകിക്കൊണ്ട്, പുതിയ കേരളം വാഗ്ദാനം ചെയ്തുകൊണ്ട്, പുതിയ കേരളത്തിന് വേണ്ടിയുള്ള വരവേൽപ്പ് നൽകിക്കൊണ്ട്, പുതിയ കേരളം എന്ന പ്രതീക്ഷ പൊതുജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പദയാത്രയുടെ സമാപനമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പദയാത്രയുടെ സമാപനം. ഇന്ന് അവിടെ നടക്കുമ്പോൾ ആ മോദിയുടെ ഗ്യാരണ്ടി അത് വിവിധ തലങ്ങളിൽ എത്തിച്ചതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വിവിധ മേഖലകൾ, അത് അടിസ്ഥാന സൗകര്യ വികസനമായാലും ആരോഗ്യ മേഖലയായാലും മറ്റ് ജനങ്ങൾക്കിടയിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുന്നതിലുമൊക്കെ ആയാലും വിവിധ പദ്ധതികൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വികസിത ഭാരതത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നതിലൊക്കെ ആയിട്ടും ഒരുപാട് പദ്ധതികൾ മോദി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ നടത്തുവാൻ, ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, വികസിത ഭാരതത്തിൻ്റെ സങ്കല്പത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമൊക്കെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികളുടെ എല്ലാം ഗുണഭോക്താക്കൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വികസിത ഭാരതം, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലുള്ള വികസിത ഭാരത സങ്കല്പത്തിൽ ആകർഷകരായി ഒട്ടനവധി ആളുകൾ, പ്രവർത്തകർ BJPയിലേക്ക് അണിനിരന്നിട്ടുണ്ട്. ആ ആളുകൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, BJP പ്രവർത്തകർ 1,50,000 BJP പ്രവർത്തകർ എന്ന് ഔദ്യോഗികമായി പറയുമ്പോഴും അതിൽ കൂടുതൽ ആവേശഭരിതരായിട്ടുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്ന ആ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്
നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ആവേശക്കടലായി തന്നെ മാറും എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ മാനവുമുണ്ട് ഈ ഒരു സന്ദർശനത്തിന്, ഈ ഒരു ഇന്നത്തെ കേരള സന്ദർശനത്തിന്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി നരേന്ദ്രമോദി മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പു നൽകിക്കൊണ്ട് പുതിയ കേരളത്തിന് വാഗ്ദാനം നൽകിക്കൊണ്ട് പുതിയ കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്കൊപ്പം നരേന്ദ്രമോദി സർക്കാരും മോദിയും ഗ്യാരണ്ടിയും ഉണ്ടെന്ന് ഉറപ്പു നൽകുന്ന ആ സന്ദർശനത്തെ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹവും പൊതുജനവും കാണുന്നത്, വീക്ഷിക്കുന്നത് എന്ന് തന്നെ രാഷ്ട്രീയ മാനമുണ്ട് ഇന്നത്തെ സന്ദർശനത്തിനൊപ്പം നമ്മുടെ ബഹിരാകാശ ദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വികസന ദൗത്യവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഇടപെടലും പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഏറെ ആവേശവും സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ അനന്തപുരിയിലെ സന്ദർശനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. മിഥുൻ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അണിഞ്ഞൊരുങ്ങി ആവേശക്കടലായി മാറാൻ തലസ്ഥാന നഗരി തിരുവനന്തപുരം അനന്തപുരി ഒരുങ്ങിയിട്ടുണ്ട്. ഒപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം BJPയുടെ പതാകകൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കട്ടൗട്ടുകൾ, ബാനറുകൾ, കമാനങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര മാർഗമടക്കം അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ. തീർച്ചയായിട്ടും KP, ഈ രണ്ട് വശങ്ങളും വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഇരുപാതയോരങ്ങളും അദ്ദേഹത്തിൻ്റെ വലിയ കട്ടൗട്ടുകൾ കൊണ്ടും BJPയുടെ കൊടിതോരണങ്ങൾ കൊണ്ടും പൂർണ്ണമായും അലങ്കരിച്ച് ഭംഗിയുള്ള ആകർഷണമായ രീതിയിലേക്ക് അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് BJP പ്രവർത്തകർ. രാവിലെ മുതൽ തന്നെ, വെളുപ്പാൻ കാലത്തുള്ള സമയം മുതൽ തന്നെ ഈ പ്രദേശങ്ങളിൽ BJP പ്രവർത്തകർ അണിനിരന്ന് അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി, മുന്നൊരുക്കങ്ങളുമായി, അവസാനവട്ട ക്രമീകരണങ്ങളുമൊക്കെയായിട്ട് ഇവിടെ സജീവമായി നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരും SPGയുടെയും ഒക്കെ പ്രത്യേക നിരീക്ഷണം ഈ ഭാഗത്ത് ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അല്പ നേരം ഈ ഭാഗത്തു നിന്നും BJP പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ മാറേണ്ട സാഹചര്യം ഉണ്ടായത്. ഇനിയും സുരക്ഷാ ക്രമീകരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഈ ഭാഗത്ത് ശക്തമായിരിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുന്നുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലൊന്നും വാഹന പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ഒപ്പം പോലീസും ഈ സമയത്ത് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 10:00 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വിമാനത്താവളത്തിലെ പ്രത്യേക ടെക്നിക്കൽ ഏരിയയിൽ വന്നിറങ്ങി ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന അത്രയും സമയം ഇത് അതീവ സുരക്ഷാ മേഖലയായതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കർക്കശമായി തന്നെ ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ്, അവസാനവട്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ പദയാത്രയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലേക്ക് പങ്കെടുക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്, ആ ഒരു സമയത്തിന് വേണ്ടിയാണ് ഇവിടെ BJP പ്രവർത്തകരും കാത്തിരിക്കുന്നതെന്നാണ് BJP അണികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് പദ്ധതികളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ. പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ബീമ സുരക്ഷാ യോജന, അതുപോലെ ഗരീബ് കല്യാൺ പദ്ധതി, അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേരും. ആ സാന്നിധ്യം, അത്രയും പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ ഒരു സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു പൊതുസമ്മേളനം. ഒപ്പം തന്നെ വിവിധ പാർട്ടികളിൽ നിന്നും, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJP സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ മോദിയുടെ ഗ്യാരണ്ടിയുടെ ഉറപ്പ് മനസ്സിലാക്കിക്കൊണ്ട് BJPയിലേക്ക് എത്തുന്ന ആയിരങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എത്തിയിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ, BJPയിലേക്ക് എത്തിയിരിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടാകും. ഒപ്പം തന്നെ 1,00,000-ന് മുകളിൽ BJP പ്രവർത്തകരുടെ സാന്നിധ്യം. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലായി മാറ്റുന്ന കാഴ്ച അനന്തപുരിയെ, BJPയുടെ പ്രവർത്തകരെയുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ഒരു ആവേശക്കടലിൽ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ജനസാഗരമാകാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ്. അത്രത്തോളം ആവേശത്തിലാണ് അനന്തപുരി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രധാന സേവകനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഏതായാലും നമുക്ക് ഇതേ വാർത്തയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്.